നിയമം കയ്യിലെടുക്കുന്നവർക്ക് കാലം കാത്തുവെച്ച തിരിച്ചടി. കേരളം ചർച്ച ചെയ്ത മുട്ടിൽ മരമുറി കേസിൽ ആന്റോ അഗസ്റ്റിനും സംഘത്തിനും കോടതിയിൽ നിന്നും കനത്ത പ്രഹരമാണ് ഏറ്റിരിക്കുന്നത്. കോടികൾ വിലമതിക്കുന്ന ഈട്ടിത്തടികൾ കണ്ടുകെട്ടിയ വനംവകുപ്പിന്റെ നടപടി വയനാട് ജില്ലാ കോടതി ശരിവെച്ചിരിക്കുന്നു. ഇത് വെറുമൊരു മരമുറി കേസിന്റെ വിധിയല്ല, റിപ്പോർട്ടർ ചാനലിന്റെ വിശ്വാസ്യതയുടെയും നിലനിൽപ്പിന്റെയും കടക്കൽ വീഴുന്ന കോടാലി കൂടിയാകുന്നു. 2021 പുറത്തു വന്ന മുട്ടിൽ മരമുറി കേസ് കേരളത്തെ ഞെട്ടിച്ച ഒന്നായിരുന്നു. കർഷകരെ സഹായിക്കാനെന്ന പേരിൽ ഇറങ്ങിയ ഉത്തരവിനെ മറയാക്കിക്കൊണ്ട് ആദിവാസികളെയും സാധാരണക്കാരെയും കബളിപ്പിച്ച അഗസ്റ്റിൻ സഹോദരങ്ങൾ വെട്ടിക്കടത്തിയത് 500 വർഷത്തിലേറെ പഴക്കമുള്ള പൈതൃക മരങ്ങളാണ്. വ്യാജ അപേക്ഷകളും കള്ള ഒപ്പുകളും ചമച്ചു നടത്തിയ ഈ കൊള്ളയ്ക്ക് DNA പരിശോധനയിലൂടെ ശാസ്ത്രീയമായ തെളിവ് ലഭിക്കുകയായിരുന്നു. ഇപ്പോൾ പ്രതികളുടെ അപ്പീൽ തള്ളിക്കൊണ്ട് കോടതി പറഞ്ഞിരിക്കുന്നത് വ്യക്തമാണ്. ഈ മരങ്ങൾ സർക്കാരിന് അവകാശപ്പെട്ടതാണ് എന്ന്. വനം കൊള്ളക്കാർക്ക് ജാമ്യമുണ്ടെങ്കിലും ശിക്ഷാ നടപടികൾ കയ്യെത്തും ദൂരത്താണ്. അന്നും ഇന്നും മുട്ടിൽ മരമുറിക്കാരെ പിന്തുണയ്ക്കുന്നവർക്കുള്ള തിരിച്ചടി കൂടിയാണ് ഇപ്പോൾ കോടതിയിൽ നിന്നും കിട്ടിയിരിക്കുന്നത്. ഇത് വെറുമൊരു തിരിച്ചടിയല്ല എന്നതാണ് കാര്യം. പക്ഷേ ഈ വിധി ഒരു വ്യക്തിയുടെയോ കുടുംബത്തിന്റെയോ മാത്രമല്ല ബാധിക്കുന്നത്. ഇത് മലയാളത്തിലെ പ്രമുഖ വാർത്താ ചാനലുകളിൽ ഒന്നായ റിപ്പോർട്ടർ TV ഉടമകളാണ് ഈ കേസിലെ മുഖ്യ പ്രതികൾ എന്നതാണ് കാര്യം. ഒരു വശത്ത് വനം കൊള്ളയുടെ കറുത്ത പാടുകൾ, മറുവശത്ത് ചാനലിനുള്ളിലെ ആഭ്യന്തര കലഹങ്ങൾ. സുജയ പാർവതിയെ പോലെയുള്ള പ്രമുഖ മാധ്യമ പ്രവർത്തകർ ചാനലിൽ നിന്നും പുറത്തുപോയത് റിപ്പോർട്ടറിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരിക്കുന്നു. ഒന്നും രണ്ടും തട്ടിപ്പിൽ ഒതുങ്ങുന്നതല്ല റിപ്പോർട്ടർ ചാനലിൽ നടത്തിയിട്ടുള്ളത്. മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ സ്പോൺസർ വേഷത്തിലെത്തിയും ജനങ്ങളെയും ആരാധകരെയും പറ്റിച്ചും ചാനൽ റേറ്റിംഗിൽ ഒന്നാമതെത്താൻ ബാർക്ക് റേറ്റിംഗ് തട്ടിപ്പ് നടത്തിയതുമെല്ലാം തിരിഞ്ഞു കുത്തുന്നതിനിടയ്ക്കാണ് മുട്ടിൽ മരമുറി കേസ് തലയ്ക്ക് മുകളിൽ കയറി വീഴുന്നത്. റിപ്പോർട്ടർ TV ഉടമകളായ റോജി അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ, ആന്റോ അഗസ്റ്റിൻ എന്നിവരാണ് കേസിലെ പ്രധാന പ്രതികൾ. ഉപാധികളോടെ പട്ടയമുള്ള ഭൂമിയിൽ നിന്നും മുറിച്ചെടുത്ത മരങ്ങൾ വനം വകുപ്പ് പിടികൂടുകയായിരുന്നു. ഈ മരങ്ങൾ കണ്ടുകെട്ടിയതിനെ തുടർന്ന് ഈ നടപടി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രതികൾ കോടതിയെ സമീപിച്ചിരുന്നു. ഈ അപ്പീലാണ് ഇപ്പോൾ വയനാട് ജില്ലാ കോടതി തള്ളിയിരിക്കുന്നത്. സർക്കാരിലേക്ക് വന്നു ചേരേണ്ട മരങ്ങളാണ് ഇതെന്നും അപ്പീൽ നിലനിൽക്കില്ല എന്നുമാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. ഇത് പ്രതികൾക്ക് വലിയ തിരിച്ചടിയാണ്. 500 വർഷത്തിൽ കൂടുതൽ പഴക്കം സംരക്ഷിത മരങ്ങളടക്കമാണ് മുറിച്ചു മാറ്റിയതെന്ന് DNA പരിശോധനയിൽ തെളിഞ്ഞിരുന്നു. കേസിലെ പ്രധാന പ്രതികളായ അഗസ്റ്റിൻ സഹോദരങ്ങളായ റോജി, ആന്റോ, ജോസുകുട്ടി എന്നിവർ നിലവിൽ ജാമ്യത്തിലാണ്. മാനേജ്മെന്റിനെതിരെയുള്ള ക്രിമിനൽ കേസുകളിലും വിശ്വാസ്യത തകർന്ന വാർത്താമുറികളും റിപ്പോർട്ടർ TVയിലെ വലിയൊരു പതനത്തിലേക്ക് നയിക്കുകയാണ്. 10 അനുബന്ധ കുറ്റപത്രങ്ങൾ ഇതുവരെ കോടതിയിൽ സമർപ്പിക്കാത്തത് സർക്കാരും പ്രതികളും തമ്മിലുള്ള ഒത്തുകളിയാണെന്ന ആരോപണം ശക്തമാക്കുന്നു. എന്നാൽ കോടതിയുടെ കർശന നിലപാടുകൾ സർക്കാരിന്റെ ഈ രക്ഷാപ്രവർത്തനത്തെ വെല്ലുവിളിക്കുന്നു. വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നവർ തന്നെ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്നു എന്ന വികാരം ജനങ്ങൾക്കിടയിൽ പടരുമ്പോൾ റിപ്പോർട്ടർ എന്ന ബ്രാൻഡിനെ ഇനി എത്ര നാളെ പിടിച്ചു നിൽക്കാനാകും എന്നതാണ് ഉറ്റുനോക്കുന്നത്. ആന്റോ അഗസ്റ്റിനെ പോലെയുള്ള ഈ തലതൊട്ടപ്പന്മാർക്ക് നേരെ കോടതി സീൽ വെക്കുമ്പോൾ ഈ തിരിച്ചടി ചാനലിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അധികാരവും പണവും കൊണ്ട് നിയമത്തെ മറികടക്കാമെന്ന് കരുതിയവർക്ക് വയനാട് ജില്ലാ കോടതി നൽകിയ ഈ വിധി ഒരു പാഠമാണ്.